പാചകം ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇതിനൊരു വെൽ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ. ഞാൻ ആദ്യം മുതൽ ഒരു നിലപാടെടുത്ത വ്യക്തിയാണ്. ഞാൻ അരിവിരുദ്ധനല്ല. പ്രമേഹ രോഗികൾക്ക് അരി പാടില്ല എന്ന് പലരും പറയാറുണ്ട്, പലരും പ്രചരിപ്പിക്കാറുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അരി ഭക്ഷണം നമ്മുടെ തനതായ ഒരു ആഹാര ശൈലി തന്നെയാണ്, നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഇപ്പൊ മില്ലറ്റ്സ് വന്നതോടെ നമുക്ക് അരിയും മില്ലറ്റ്സും ഏതാണ്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് കഴിക്കുന്നതിൽ തെറ്റില്ല. പ്രമേഹ രോഗികൾ ഉൾപ്പെടെ, ഞാൻ പറയുന്നത് ഇത് ഡയബറ്റിക്സിന് ഉൾപ്പെടെയാണ്. പലപ്പോഴും ഡയബറ്റിക്സിന് ഒരു ധാരണയുണ്ട്, പ്രമേഹം വന്നു കഴിഞ്ഞാൽ അരിഭക്ഷണം ഒഴിവാക്കണം, ഗോതമ്പാവാം, മില്ലറ്റ്സ് ആവാം എന്ന്. റോങ്. അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഒന്നല്ല അരിഭക്ഷണം. അമിതമായ അരിഭക്ഷണം മാത്രമേ പ്രശ്നമുള്ളൂ. അതിന് ഒരു പരിധിവരെ മില്ലറ്റ്സ് സഹായിക്കും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ മില്ലറ്റ്സിനെ കുറിച്ച് ഇതിലും കൂടുതൽ അറിവ് ഉള്ളവർ ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ